ദജ്ജാൽ ഒറ്റക്കണ്ണൻ എന്ന് നബി തങ്ങളുടെ ഹദീസ്. എന്താണ് ഒറ്റക്കണ്ണ്? നമ്മുടേത് പോലുള്ള ബാഹ്യമായ കണ്ണാണോ? ഒരിക്കലുമല്ല എന്നതാണ് സത്യം. അതുപോലെ അവന് ഭീകരമായ രൂപവുമില്ല. ഇതെല്ലാം ജാഹിലീങ്ങളായ പണ്ഡിതന്മാരുടെ കെട്ടുകഥകളാണ്. അറിവിനെ നമ്മൾ വെളിച്ചമായും കാഴ്ചയായും സൂചിപ്പിക്കാറുണ്ട്. ഇതേപോലുള്ള ഒരു ആത്മീയ സൂചനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിനെ കുറിച്ച് ഈ ഉമ്മത്തിന് നൽകിയത്. എന്നാൽ റസൂലിനോടും അള്ളാഹുവിനോടും ഖുർആനിനോടും ആത്മീയമായ ബന്ധമില്ലാത്ത ജാഹിലീങ്ങൾ അത് ബാഹ്യമായ കണ്ണാണെന്ന് കരുതി ഹദീസുകൾ ഇറക്കി. ഇന്നും അത് തുടർന്നു പോകുന്നു. എന്റെ സമുദായത്തിൽ നിന്നും പച്ചത്തലപ്പാവ് ധരിച്ച 70,000 മുസ്ലിം പണ്ഡിതന്മാർ ദജ്ജാലിനെ അനുഗമിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ തന്നെ അത് വളരെ വ്യക്തം. ഈ ജാഹിലീങ്ങൾ വിശ്വസിക്കുന്ന ദജ്ജാലിന് ഭീകര രൂപവും ഒറ്റക്കണ്ണനുമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ഇവനെ ബയ്യത്ത് ചെയ്യുക? അതിന് ഒരേ ഒരു ഉത്തരം മാത്രം: അവർക്ക് ആന്തരികമായ കണ്ണ് അഥവാ ആത്മീയ കാഴ്ചയില്ല. വെറും ബാഹ്യമായ കണ്ണ് അഥവാ ശരീരത്തിന്റെ ഇൽമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്വന്തം ഉള്ളിലെ നിധി പോലും അറിയാതെ അവർ പിഴച്ചു പോകുന്നത്. എങ്ങനെയാണ് ദജ്ജാലിനെ തിരിച്ചറിയേണ്ടത് എന്നും പരിശുദ്ധ ഖുർആനിലെ ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ആത്മീയ പൊരുൾ അൽറാ മിഷൻ എന്ന ക്ലാസ്സിലൂടെ വിശദീകരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ദീനിലാഹി എന്ന ഈ ഒരു ഗ്രന്ഥം നിങ്ങൾക്കും സ്വന്തമാക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.